ദേവേട്ടാ അവളെവിടെ? അവളവിടെ ഉണ്ട്. ഒരാളെ കൂടെ നിർത്താന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ. രാവിലെ പാലും പത്രവും ഇടാൻ വേണ്ടി പോകും. പിന്നെ ഞാൻ കൂടെ സഹായിക്കാന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. മോളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പറഞ്ഞടി, ചേട്ടൻ പറയും പോലെയല്ല. ബൈപ്പാസ് സർജറി 2 എണ്ണം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യിപ്പിക്കും? പിന്നെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, ഇതൊക്കെ കൊടുക്കണ്ടേ? ഒരാളുടെ കൂലി ലാഭിച്ചാൽ അത്രയായില്ലേ? ചേട്ടൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനാ അവള് ശ്രമിക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ വേഗം വാ, ഇപ്പൊ തന്നെ ലേറ്റായി. മോളെ അതറിയാവുന്നതുകൊണ്ടാ ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞത്. എടി പെട്ടെന്നൊന്ന് വാ, ആ മുരട് നിന്നും തുള്ളു. കഴിഞ്ഞടി, ഇതാ വരുവാ. അനു, ആ തെണ്ട് റിജാസ് അവിടെ നിൽപ്പുണ്ട്, കൂടെ അഭിമന്യം ഉണ്ട്. ഇന്ന് അവന്മാരെന്തെങ്കിലും പറഞ്ഞു ഞാൻ നല്ലത് പറയും, കണ്ടോ? നീ ഒന്നും പറയണ്ട, അവൻ എന്തെങ്കിലും പറയട്ടെ, നമുക്കെന്താ? ഇങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കുന്നോടാ അവന്മാർക്ക് ഇത്ര അഹങ്കാരം. എൻ്റെ വാപ്പയോടെ ഇക്കടങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, അവന്മാരുടെ പൊടി പോലും കാണത്തില്ല. നീ അത് വിട്, നമുക്ക് പോകാൻ നോക്കാം. നീ അത് ശ്രദ്ധിക്കണ്ട. അല്ല, 2 പിള്ളത്തികളൂടെ എങ്ങോട്ടാ? പ്ലേ സ്കൂളിലേക്കാണോ? അല്ലടാ, അംഗൻവാടിയിലേക്ക്. അവിടെ ഒരു ഒഴിവുണ്ടത്. കുഞ്ഞുങ്ങളെ 1-2 രൂപ കഴിക്കാൻ ആളെ വേണം. നീ അവിടെ കറക്റ്റാ. നിർത്ത്, നിന്റെ കയ്യിരിപ്പുണ്ടല്ലേ ചേട്ട്. നിങ്ങൾ പോയിക്കോ, അത് കാര്യമാകും. അവളുടെ ശരീരം കുരുടിച്ചു, എന്നാലും നാക്കിനല്ല നീളവാ. ഒന്ന് അടങ്ങടാ, നിന്റെ സ്വഭാവം ശരിയില്ലാത്തോണ്ടല്ലേ. ഞാൻ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് അവരോട് ഒരു ഒലിപ്പീര്. എന്താ കാര്യം? അയ്യോ, ഒലിപ്പീരോ? നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണോ നീ കരുതുന്നത്? നിനക്ക് എന്ത് മനസ്സിലാവുന്ന? നിനക്ക് ആ അനുവിലൊരു നോട്ടം ഉണ്ടല്ലോ, എനിക്കത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. നീ കരുതും പോലെയല്ല അവളുടെ ജീവിതം. അവൾക്ക് ആകെ ഉള്ളത് വയ്യാത്തൊരു ചേർന്ന. നമ്മളെപ്പോലെയല്ല, പരിമിതികളുണ്ട്. എന്നാലും അവളെല്ലാം ചെയ്യുന്നില്ല. ആ ഒരു ബഹുമാനമാണ് എനിക്കുള്ളത്. കോപ്പാണ് അത്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വരുന്ന, ഞാൻ പോവാ. നീ ശല്യം മണപ്പിച്ചോണ്ട് അവളുടെ പുറകെ. എന്ത് സ്വഭാവമാണോ നിൻ്റെത്? ശരിയാണോ? വൈകിട്ട് കാണാം, ഞാൻ പോകും. കൂട്ടുകാരിന്ന് വന്നില്ലേ? ഇല്ല, അവൾക്കിന്ന് PSC എക്സാം ഉണ്ട്. അവന് PSC നോക്കുന്നില്ലേ? എന്തിനാണ്? പൈസ ചിലവാക്കി എക്സാം എഴുതും, കിട്ടില്ല. ഭിന്നശേഷിക്കാർക്ക് മുൻഗണന എന്നൊക്കെ പറയും, അതൊക്കെ വെറുതെയാണ്. എൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ എക്സാം പഠിക്കുവാനോ എഴുതുവാനോ കഴിയില്ല. അഭി PSC നോക്കുന്നില്ലേ? നോക്കണം. അച്ഛനെങ്ങനെങ്കിലും എന്നെ പുറത്തോട്ട് വിടാൻ അതിർത്തി. ചിലപ്പോൾ ഉടൻ പോവും. പിന്നെ അനു പറഞ്ഞതുപോലെ എഴുതിയാൽ കിട്ടില്ലെന്നറിയാം. പിന്നെ എന്തിനാ എഴുതുന്നത്? അപ്പോൾ ഒരു ഭാവി NRIനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അഭി, ഇന്ന് കൂട്ടുകാരൻ വന്നില്ലേ? ഞങ്ങളെ എവിടെ വെച്ച് കണ്ടാലും കളിയാക്കാൻ വരാറുള്ളതാണല്ലോ. അറിയില്ല, വിളിച്ചിട്ട് മൊബൈൽ എടുത്തില്ല. പിന്നെ അനുവിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിഞ്ഞ് പോയി. അതെന്താ അഭി എന്നെ കാണാൻ തോന്നാൻ കാരണം? അറിയില്ല, അങ്ങനെ തോന്നി. അതിനുവേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. മിത്രമായി പോയി. അനുവിനറിയാലോ, കുട്ടിക്കാലം മുതലേ എന്നോടൊപ്പം കളിച്ചു വളർന്നവനാണ് അവൻ. ഈ കാണുന്ന പോലെ ഒന്നുമല്ല, അവൻ പാവമാണ്. അനു അതെല്ലാം മനസ്സിൽ നിന്ന് കളയണം. അത് കുഴപ്പമില്ല, എനിക്കിപ്പോൾ ശീലമായി. അല്ല അഭി, ഒരു കാര്യം ചോദിക്കട്ടെ? മറ്റുള്ളവരുടെ കണ്ണിൽ ഞങ്ങളുടെ കുറവുകൾ മാത്രമാണ് കാണാറുള്ളത്. അഭി മാത്രമാണ് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നത്. അതെന്താ? അനു, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ തൻ്റെ ഒരു ഫാനാണല്ലോ. തൻ്റെ ഈ പ്രായത്തിൽ പെൺകുട്ടികൾ പങ്കാളിയെ കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. താനാണ് ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു. തൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ആരോഗ്യമുള്ള ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും താൻ ചെയ്യുന്നു. ഒരു മനുഷ്യന് ഇതിൽ പരം എന്താണ് വേണ്ടത്? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തന്നെ. അനു, ഇടയ്ക്ക് നമ്മൾ കാണാറുള്ള മടനട ക്ഷേത്രത്തിലേക്ക് നാളെ ഒന്ന് വരാമോ? എനിക്കൊരു കാര്യം പറയാം. എന്തിനാണ് അഭി? എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞോളൂ. അത് ഞാൻ നാളെ പറയാം. അനു വരുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നാളെ അവിടെ കാണാം. സോറി, നടരാജ് വണ്ടിയിലായതുകൊണ്ട് കുറച്ച് ലേറ്റായി. അത് സാരമില്ലടോ, വാ നമുക്ക് തൊഴുതിട്ട്. എന്തിനാ അഭി വരാൻ പറഞ്ഞത്? അനുവിന് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? എന്നാലും ഞാൻ പറയടോ, ഒന്ന് അറിഞ്ഞിരിക്കാനാ. ചോദിച്ചതുകൊണ്ട് പറയാം, ഒട്ടും നല്ല അഭിപ്രായം ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്ക് അഭിയെക്കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല, മറിച്ചൊരു ആദരവാണ്. എൻ്റെ ഫർഹാന മാത്രമാണ് എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞപ്പോഴും പരിഹസിച്ചപ്പോഴും കൂടെ താങ്ങായി നിന്നത് അവൾ മാത്രമാണ്. ഒരുപക്ഷെ ആ വേദന അവളും മനസ്സിലാക്കിയത് കൊണ്ടാവാം. അവൾക്ക് ശേഷം എന്നെ മനസ്സിലാക്കിയ മറ്റൊരാളെ ഇന്നലെ ഞാൻ കണ്ടു. അത് അഭിയാണ്. ഇടയ്ക്ക് തമ്മിൽ കാണുമ്പോൾ റിജാസ് പരിഹസിക്കുന്ന സമയം അഭി മൗനം പാലിക്കുമ്പോൾ ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആദരവാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിഷ്ടം. അപ്പം അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? നാണം ഉണ്ട് ഇവിടെ നിനക്ക്? നിന്നെ നോക്ക്, അവനെ നോക്ക്. നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇവനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്? നീ ഒന്നും പറയണ്ട. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നിനക്ക് ഇവളുമാരെ കുറിച്ച് എന്തറിയാം? ഇവളുമാരൊക്കെ കാശുള്ള വീട്ടിലെ പയ്യന്മാരെ കാണുക, സ്നേഹിക്കുക, വലയിലൊക്കെ കെട്ടുക.
നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ഇവനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്? ഈ മറ്റുള്ള പെണ്ണുങ്ങളെക്കാളും കൂടി കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഈ കുള്ളത്തി. ഇവളുമാരുടെയൊക്കെ ആണെങ്കിൽ വിചാരം എന്താ? പുരുഷനെ സംതൃപ്തിപ്പെടുത്താൻ അവനാണെങ്കിൽ ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയാത്ത നീ എങ്ങനെയാണ് ഒരു പുരുഷനെ എന്ന് കെട്ടുന്നത്? ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പുരുഷനെ തൃപ്തിപ്പെടുത്താനല്ലേ അവനൊരു കുഞ്ഞിനെ കൊടുക്കാനും സാധിക്കണം. ഇതിനൊന്നും കഴിയാത്ത നീ എങ്ങനെയാണ് ഒരു പുരുഷനെ സ്നേഹിക്കാൻ പോകുന്നത്? ഈ നീയാണ് ഇവനെ നിങ്ങൾ കെട്ടാൻ പോകുന്നത്. അനു നിൽക്കാനും പോവല്ലേ, ഞാൻ പറയുന്നത് ഇത്. നീ ഒരു മനുഷ്യനാണോ? ഈ ഒരു ഉപയോഗവസ്ഥയായിട്ട് കാണുന്ന നിന്നെ പോലുള്ള മനുഷ്യരുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. ഒരാണിൻ്റെ ശരീര തൃപ്തി നേടിത്തരുന്നവളല്ല സ്ത്രീ. ഭാര്യ എന്നാൽ അവൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുന്നവളാണ്. നിനക്കത് അറിയാത്തതേ, നീ എൻ്റെ സ്ത്രീകൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അനു എൻ്റെ പ്രാണനാ. അവൾക്ക് തോന്നുമ്പോൾ എൻ്റെ ഉള്ളിലാണ് സ്നേഹം തോന്നിയത്. അവളെൻ്റെ പ്രാണനാണടാ. അവളെ ഇങ്ങനെ ആക്ഷേപിച്ച നിന്നെ ഞാൻ കൊന്നേനെ. പക്ഷെ നീ എൻ്റെ സുഹൃത്തായിപ്പോയി. പക്ഷേ ഇനി ആ സുഹൃത്ത് ബന്ധമില്ല. ഞങ്ങൾക്കിടയിൽ നിന്നെ കാണാതെ ഇനി മനുഷ്യനായി ജീവിക്കാൻ കഴിയത്തില്ലേ? പോയി ചാവട എന്നോട്ടെ. ആ പീറയ്ക്ക് വേണ്ടിയാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നേക്കാൾ വലുതാണോ നിനക്ക് ആ കുള്ളത്തി? അവൾ എൻ്റെ പെണ്ണ, ഈ അഭിമന്യുവിൻ്റെ ഭാവി വധു. അവളെക്കുറിച്ച് നീ ഇനി ഒരു വാക്ക് പോലും മോശമായിട്ട് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നിരിക്കും. അതിന് അവൾ ജീവനോട് ഇരുന്നാലല്ലേ നീ കെട്ടത്തോള്? അവളെ ഞാൻ കൊന്നാലാ? അവനല്ല എന്നോട് ഇത്ര ദേഷ്യം. അവന് നിന്നോടൊന്നും മാത്രമല്ല, അവനേക്കാൾ താന്ന എല്ലാവരോടും അവൻ അങ്ങനെ തന്നെയാണ്. അവനൊരു പ്രത്യേക സ്വഭാവം തന്നെ. ഭൂമിക്ക് ശാപമായി ചെന്ന് നിന്നെ തല്ലിക്കൊന്നാൽ പോലും ഒരു പട്ടിയും ചോദിക്കാൻ വരത്തില്ല. എന്റെ കൈ കിട്ടിയാണ്ടല്ലോ നിന്നെ. ഞാൻ പറയുന്നത് കേൾക്കില്ല. നിനക്കെന്താ ഭ്രാന്താണ്? അനു, ഞാൻ അമ്പലത്തിൽ വരാൻ പറഞ്ഞ എന്തിനായിരുന്നു അറിയാവോ? നീ ഒന്നും പറയണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അനു, ഞാൻ ഹോസ്പിറ്റൽ വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അനുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ പറയേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. അബി അബി എന്നെ വിട്ടു പോവല്ലേ? അബി 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 എന്നെ വിട്ടു പോവല്ലേ? അബി അബി അയ്യോ അബി 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 അബി